ഇപ്പോൾ ഒരാൾ പറയാം അതിൻ്റെ എഡിറ്റിംഗ് ശരിയല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഡിറ്റിങ്ങിനെ കുറിച്ച് എന്തെങ്കിലും അറിയാവുന്ന ഒരാളോ? എഡിറ്റ് ചെയ്യാനായിട്ട് ആദ്യമേ കൈമാസ്റ്റർ എന്ന ആപ്പ് തപ്പിയെടുക്കുക. ആപ്പില്ലെങ്കിൽ പ്ലേ സ്റ്റോറിൽ പോയിട്ട് കൈമാസ്റ്റർ എന്ന് സെർച്ച് ചെയ്യുക. എന്നിട്ട് ഫോണിലെ ആപ്ലിക്കേഷനിൽ നിന്ന് കൈമാസ്റ്റർ ഓപ്പൺ ചെയ്യണം. ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ വരും. ഇത് വീഡിയോയുടെ ഓരോന്നുള്ളതാണ്. എഡിറ്റ് ചെയ്യുന്നത്, പിന്നെ റീൽ എഡിറ്റ് ചെയ്യുന്നത്, അത് എന്തോ ഇത് സിനിമ എഡിറ്റ് ചെയ്യുന്നത്, എന്നിട്ട് ഇത് റീല്, ഇതെനിക്ക് അറിഞ്ഞുകൂടാ. ഞാനാണ് ഒന്നാമത്തെ യൂട്യൂബിൻ്റെ അടുത്ത് അത് ചെയ്യുന്നുണ്ട്, അതിൻ്റെ അടുത്ത്. എന്നിട്ടപ്പോൾ ഇങ്ങനൊരു ഇത് വരും. ഇങ്ങനെ വന്നില്ലെങ്കിൽ തുടക്കക്കാർക്ക് എന്തോ വരും, അതെന്തൊക്കെ ആക്കണം, അതും ബാക്ക് അതെന്തോ അറിഞ്ഞുകൂടാ. അതെടുത്തിട്ട് ഇങ്ങനെ ആക്കി എടുത്തിട്ട് വീഡിയോ എഡിറ്റ് ആക്കാനുള്ള ഒരു വീഡിയോ നമ്മൾ ക്യാമറ എടുത്ത് വെച്ചതുണ്ടായിരുന്നു, അതെടുക്കും. അത് ഫയലിൻ്റെ അകത്ത് അതിൻ്റെ അകത്തൊന്ന് ഇത് ഇങ്ങനെ എടുക്കണം. അപ്പോൾ അതിങ്ങനെ ഇതിൽ വരും. എന്നിട്ട് ഇനി ഈ വീഡിയോ ഇത് ഇങ്ങനെ നോക്കി അത് വേണ്ട ഭാഗം എടുക്കണം. ആവശ്യമില്ലാത്ത എല്ലാം വെട്ടിക്കളയാനുണ്ട്. അതുകൊണ്ട് വെട്ടിക്കളയുന്ന എല്ലാം കൂടെ വേറൊരു വീഡിയോ ആക്കി ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഇങ്ങനെ നിൽക്കുന്ന ഭാഗമാണ് ആവശ്യമുള്ളത്. ഇതാണ് പൊങ്ങി മേളിലോട്ട് പോകാനുള്ളത്. അപ്പോൾ ഈ ആൾ നിൽക്കുന്ന പോലെ തന്നെ ഇത് ഒരു കൃത്യമായിട്ടുള്ളൊരു ഇത് അനങ്ങാതെ വേണം ഇത് വെക്കാൻ. ക്യാമറ അനങ്ങിയ സിനിമയ്ക്കകത്തും കണ്ടോ ക്യാമറ അനങ്ങത്തില്ല. എന്നിട്ട് ഈ സൈഡിലുള്ള കോളം അതിൽ ഞെക്കണം. എന്നിട്ട് ആ മണ്ടയിലത്തെ അത് ഫോട്ടോ എടുക്കുന്നത്. ആ സാധനം എടുക്കുമ്പോൾ ഇങ്ങനെ വരും. അതങ്ങനെ ഫോട്ടോ എടുത്ത് വെക്കുന്നത്. അങ്ങനെ ഒരു ഫോട്ടോ എടുക്കണം, അല്ല സ്ക്രീൻഷോട്ടൊന്നും എടുക്കണ്ട. എന്നിട്ട് ബാക്ക്ഗ്രൗണ്ട് ഇറേസ് എന്ന് പറയുന്ന ആപ്പ് എടുക്കണം. അതെടുത്തിട്ട് അതിൻ്റെ അകത്ത് നിന്ന് ആ ഇമേജ് സെലക്ട് ചെയ്യണം. ഇമേജ് സെലക്ട് ചെയ്തിട്ട് അത് ക്രോപ്പ് ചെയ്താൽ മതി. ഞാൻ ചുമ്മാ ചെയ്യുന്നതേ ഉള്ളൂ. ക്രോപ്പ് ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. കുറച്ച് വെട്ടിയാൽ മതി. എന്നിട്ട് ഇതിൻ്റെ അകത്ത് ആദ്യത്തെ ഒരു തലയുടെ പടം, അത് മനുഷ്യൻ്റെ പടമുള്ള അതിൽ ഞെക്കണം. മണ്ടയിൽ സേവ് കാണും, അത് സേവ് ഞെക്കുക, ഫിനിഷിങ് ഞെക്കുക, സേവ് ഫിനിഷ്, അത്രയേ ഉള്ളൂ. ഇത്രയേ ഉള്ളൂ. ക്ലോസ് ചെയ്യുക. ഇത് പാടാണെങ്കിൽ നിങ്ങൾക്കറിയത്തില്ലെങ്കിൽ ഗൂഗിളിൽ കയറിയിട്ട് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് എന്നടിച്ചാൽ മതി. അപ്പോൾ അതിൻ്റെ അകത്ത് ആദ്യമേ കാണുന്ന അതിൽ തന്നെ ഇത് ഫോട്ടോ ഇട്ട് കൊടുക്കണം. അപ്പോൾ അത് ബാക്കൊക്കെ ഇതേപോലെ സെറ്റായിട്ട് കിട്ടും. അല്ലാതെ ഈ ആപ്പ് ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നത് ഗൂഗിളിനേക്കാളും. അതാണ് ഞാൻ ഇത് യൂസ് ചെയ്യുന്നത്. ഇനി വീഡിയോയിലേക്ക് പോവാം. ബാക്കി ക്ഷമിക്കണം, ഞാൻ പറയാൻ മറന്നുപോയി ഒരു കാര്യം ഉണ്ടായിരുന്നു. ആ ബാക്ക്ഗ്രൗണ്ടിൻ്റെ ഒരു ഫോട്ടോയോ വീഡിയോ, ഫോട്ടോ ആയിരിക്കും ബെറ്റർ. ഫോട്ടോ എടുത്ത് വെക്കുമോ അല്ലെ ഒരു വീഡിയോ വെച്ചിട്ട് പോയി നിൽക്കാവുള്ളൂ. അതെടുത്തിട്ട് അത് ഞാൻ ആദ്യമേ പറഞ്ഞില്ലായിരുന്നു. അതെടുത്തിട്ട് പിന്നെ ഇതിൽ കൊടുക്കണം. എന്നിട്ട് ഇനിയാണ് പരിപാടി. ആ മീഡിയ എടുത്തിട്ട് അതിൻ്റെ അകത്ത് നിന്ന് അടുത്ത ഇപ്പം വെട്ടിയ PNG ഉണ്ടല്ലോ ഇറേസർ, അത് തന്നെ, അത് ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്ത് വെക്കണം. ഇനി അളവിന് ഇത് തീരുന്ന ഭാഗത്ത് വെക്കണം. ആദ്യത്തെ വീഡിയോ ഫോട്ടോ തുടങ്ങുന്നതിൻ്റെ തുടക്കവും വീഡിയോ തീരുന്നതിൻ്റെ ലാസ്റ്റും ആ ഭാഗത്ത് കൊണ്ടുവന്ന് ഇത് അളവിന് ഇനി PNG ഉണ്ടെന്ന് മറ്റേ സബ്ജക്റ്റും ഈ സബ്ജക്റ്റും ഒരേ ലെവലാക്കി വെക്കണം. സബ്ജക്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയ വൃത്തികേടായി പോകും. എന്നിട്ട് ഇനിയാണ് കളി. വട്ടം സൈഡിൽ കണ്ടോ, വട്ടത്തിൻ്റെ അകത്തൊരു പ്ലസ്, അതാ കോമാക്രി. അത് ആ സംഭവം ആണ് ഇനി കളിക്കുന്നത്. ഇനി അതെടുത്ത് നമ്മളതിൽ ഞെക്കിയിട്ട് വേണം മേപ്പോട്ട് ഇടേണ്ട. ഈ കോമാക്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യം, ഇല്ലെങ്കിൽ കയ്യിൽ നിന്ന് പോകും. ഇപ്പം ഞാനിത് താഴ്ന്ന് വെച്ചിട്ട് കോമാക്രി മേളിൽ കൊണ്ടുവന്നിട്ട് സൂം കുറയ്ക്കും. ഇത് അങ്ങനെ അങ്ങ് ചെയ്താൽ മതി. കോമാക്രി താഴ്ന്ന് വലിച്ചിട്ട് മേളിൽ കൊണ്ടുവന്ന് സൂം ചെയ്യണം. കോമാക്രി അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയി കഴിഞ്ഞാൽ വെട്ടുകയും കറങ്ങുകയൊക്കെ ചെയ്യും. അത് സൂക്ഷിച്ച് തന്നെ അത് ചെയ്യാവുള്ളൂ, ഇല്ലേ വീഡിയോ ഇത്രയും കഷ്ടപ്പെട്ട് വെറുതെ ആയിപ്പോവും. ഞാനാണെങ്കിൽ ഒന്നും കൂടെ കാണിക്കുക. ഇത് കണ്ടോ, ഇത് സബ്ജക്റ്റ് മറ്റേതിൻ്റെ കൂടെ വെക്കുക.
എന്നിട്ട് മേളിലോട്ട് കൊണ്ടുപോകണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ അതേപോലെ തന്നെ. എന്നിട്ട് കോമാക്രി വലിച്ചിട്ട് പ്ലസ് ഞെക്കിയിട്ട് വേണം ഇത്. സൂം കുറയ്ക്കുകയോ എന്നായിരിക്കും ബെറ്റർ. അപ്പോൾ ഒത്തിരി മോളിൽ നിൽക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അവിടെ ചെന്നിട്ട് സൂമാക്കി വെക്കുന്നത്. കോമാക്രി ചെയ്ത് വെച്ചിട്ട് വേണം ചെയ്യേണ്ടത്, ഇല്ലെങ്കിൽ നാണക്കേടാവും. അത്രയേ ഉള്ളൂ. ഇനി ഇത് സേവ് ചെയ്യാം. സേവ് ചെയ്യാനായിട്ട് ആ ഷെയറിൻ്റെ മണ്ട കണ്ട ഒരു ത്രികോണം മേപ്പോട്ടിരിക്കുന്നത്, അതിൽ ഞെക്കി. അത് ഷെയർ അതിൽ ഞെക്കുമ്പോൾ ഇങ്ങനെ വരും റെസൊല്യൂഷൻ. അത് വീഡിയോയുടെ എത്ര MB ഒക്കെ വേണമെന്നുള്ള അടിയിലത്തെ വര. ആ വര കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ഓരോ MB കൂടി അപ്പം വീഡിയോ ക്ലിയർ ആകുന്നതിൻ്റെ. അത് കുറച്ച് വെച്ചാൽ കൊച്ചു ഫോണിലൊക്കെ സപ്പോർട്ടാകും. എന്ന് വെച്ചാൽ മനസ്സിലായല്ലോ ക്വാളിറ്റി വീഡിയോയുടെ. ഇപ്പം ഞാൻ കൂട്ടി വെച്ചേക്കുന്നത്. ഫ്രെയിം റേറ്റ് ഫിലിമായിരുന്നു കാണുന്നത്, അത് 60 ആക്കി വെച്ച്. എന്നിട്ട് ഇപ്പുറത്തോട്ട് വരുമ്പോൾ റെസൊല്യൂഷൻ അതിൻ്റെ അകത്ത് 1800 HD ആയിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ഇച്ചിരിയും കൂടെ ക്വാളിറ്റി കൂട്ടി 144p അതാ എൻ്റെ ഫോണിൽ അത്രയും സപ്പോർട്ടാക്കും. ആപ്പിളിലൊക്കെ ആണെങ്കിൽ 4K എടുക്കുമെന്ന് തോന്നുന്നു. അപ്പോൾ ഇനി സേവ് കൊടുക്കുക. ഈ സൈഡിൽ തൊട്ടടുത്ത് സേവ് കൊടുത്ത് വര വന്ന് കയറി. ഇത്രയേ ഉള്ളൂ സേവ്. ഓക്കെ. ഇനി അത് വര ഫുള്ളാവണം. വര ഫുള്ളാകുമ്പോഴത്തേനും വീഡിയോ ഫയലിൽ വരും. അത്രയേ ഉള്ളൂ, പരിപാടി കഴിഞ്ഞു. ഇനി അടുത്ത ഓരോ സംശയം ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തി ഞാൻ ഇടും.